സമസ്ത മുസ്ലിം ലീഗ് തർക്കം പരിഹരിക്കാൻ ഇന്ന് നിർണായക ചർച്ച. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് കോഴിക്കോടാണ് ചർച്ച. മുഹമ്മദ് ജിഫ്രിക് മുത്തുക്കോയ തങ്ങൾ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിലാണ് ചർച്ച. സമസ്തയിലെ ലീഗിനെ എതിർക്കുന്നവരുടെയും അനുകൂലിക്കുന്നവരുടെയും ചേരികളിലെ 10 വീതം അംഗങ്ങളും ചർച്ചയിലുണ്ടാകും. സമീർ സി മുഹമ്മദാണ് ഇപ്പോൾ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ചേരുന്നത്. സമീർ, ഗുഡ് മോർണിംഗ്. ഈ ചർച്ചയിലൂടെ പൂർണ്ണ പരിഹാരമാകുമോ പ്രശ്നങ്ങൾക്ക്? സമീർ, മോർണിംഗ് ഉന്മേഷ്, സ്മിത. വലിയ രീതിയിലുള്ള ചർച്ചകൾ പല ഘട്ടങ്ങളിൽ നടന്നെങ്കിലും ഇതുവരെയും ഈ വിഷയം പരിഹരിക്കപ്പെട്ടിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ മുസ്ലിം ലീഗ് നേതാക്കളും ഇരുന്നുകൊണ്ട് വിശദമായിട്ടുള്ള ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. നിർണായകമായിട്ടുള്ള ഒരു ചർച്ചയാണ്. വിവിധ വിഷയങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്ലാമിക് കോളേജുകളുടെ കൂട്ടായ്മയായിട്ടുള്ള CIC-യുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഹക്കീം ഫൈസി അതിർശ്ശേരിയെ അവതരിപ്പിച്ചത്, അദ്ദേഹത്തെ വീണ്ടും തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് സംസ്ഥയ്ക്ക് വലിയ എതിർപ്പുണ്ടായിരുന്നു. സംസ്ഥ പുറത്താക്കിയ ഒരു വ്യക്തിയാണ് അത്തരമൊരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളൊക്കെ നിലനിന്നതുമാണ്. അത്തരം കാര്യങ്ങളാണ് ഒരു പ്രധാനപ്പെട്ട ചർച്ച. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം സുപ്രഭാതം, സംസ്ഥയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിൻ്റെ വരിക്കാരെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഒരു വിവാദമുണ്ട്. അത്തരം കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവും. കൂടാതെ 100ാം വാർഷികത്തിൻ്റെ നിറവിലാണ് സംസ്ഥയുള്ളത്. അതിൻ്റെ സ്വാഗത സംഘം രൂപീകരിക്കുന്നത് ഏകപക്ഷീയമായി എന്നുള്ള ഒരു വിമർശനമുണ്ട്. അത്തരം കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവും. കൂടാതെ കഴിഞ്ഞ ദിവസമാണ് മുസ്തഫൽ ഫൈസി എന്ന മുഷാവറ അംഗത്തെ സസ്പെൻഡ് ചെയ്തത്. അത് ലീഗ് അനുകൂലമായിട്ടുള്ള ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നും അതുപോലെ തന്നെ സംസ്ഥയുടെ അധ്യക്ഷനെ ഇകഴ്ത്തി കാണിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടായി എന്നും കാണിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഈ ഒരു സസ്പെൻഷൻ ഉണ്ടായത്. എന്നാൽ 6 മാസം പിന്നിട്ടിട്ടും അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. ഇത്തരം കാര്യങ്ങളും ചർച്ചയാവും. കൂടാതെയാണ് സുന്നി മഹല്ലി ഫെഡറേഷൻ്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. എന്നാൽ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ ഒരു കേസ് നിലനിൽക്കുന്നുണ്ട്. പരപ്പനങ്ങാടി കോടതിയിലാണ് ഈ കേസ് നിലനിൽക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ഈ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നത് സംസ്ഥയുടെ ഭാഗത്തുനിന്ന് സംസ്ഥയുടെ അധ്യക്ഷൻ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അതുപോലെ തന്നെ MT അബ്ദുള്ള മുസ്ലിയാരും ഉമർ മുസ്ലിയാർ കൊയ്യോടും ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് മധ്യസ്ഥ വഹിക്കുന്നത് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്, സംസ്ഥാന അധ്യക്ഷൻ. ഒപ്പം തന്നെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും മധ്യസ്ഥ വഹിക്കുന്നുണ്ട്. ഈ 2 ചേരികളെ, അതായത് സംസ്ഥയിലെ ലീഗ് അനുകൂലരും അതുപോലെ തന്നെ ലീഗ് വിരുദ്ധരുമായിട്ടുള്ള 2 ചേരികളായി നിലനിൽക്കുന്നു. ഈ 2 ചേരികളിൽ നിന്നായി 10 വീതം അംഗങ്ങളും ഈ യോഗത്തിൽ പങ്കെടുക്കും. അവരും അവരുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അതിനൊടുവിൽ ഈ വിഷയത്തിനൊരു ശാശ്വതമായ പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് നിർണായക യോഗം വിളിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് കോഴിക്കോട് ചർച്ച ആരംഭിക്കുക. സ്മിത, ഉന്മേഷ്. സമീർ, ഇപ്പോൾ ഈ ഏതൊക്കെ വിഷയങ്ങളിലാണ് ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത്? പല ഘട്ടങ്ങളിലായി സമവായ ശ്രമങ്ങളൊക്കെ നിലനിന്നതാണല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോഴും ഈ തർക്കം തുടരുന്നത്? സമീർ, ഈ ചർച്ചകളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൽ ഈ CIC-യുമായി ബന്ധപ്പെട്ടാണ്. കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഈ വിഷയം, അതായത് ഹക്കീം ഫൈസി അതിർശ്ശേരിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാവശ്യമായി മുന്നോട്ട് വെച്ചിരുന്നത്. അത് നടപ്പായില്ല. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് 9 കാര്യങ്ങൾ മധ്യസ്ഥർക്കിടയിൽ 9 കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ആ 9 കാര്യങ്ങൾ എഴുതി നൽകുകയും അത് CIC അംഗീകരിക്കുകയാണെങ്കിൽ സമസ്തയുമായി ചേർന്ന് മുന്നോട്ട് പോകാം എന്ന കാര്യം ഈ മധ്യസ്ഥരെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ 9 കാര്യങ്ങളിൽ പിന്നീട് മാറ്റം വരുത്തിക്കൊണ്ടാണ് അത് അംഗീകരിച്ചത്. അത് പിന്നീട് വിവാദമാവുകയും ആ 9 കാര്യങ്ങൾ പിന്നീട് ചർച്ചയ്ക്ക് വെക്കുകയും ചെയ്തു. എന്നാൽ അതിപ്പോഴും അത് പൂർണ്ണമായും ലീഗ് നേതൃത്വം ഉൾക്കൊള്ളാൻ അവർ അതിനെ അംഗീകരിച്ചിട്ടില്ല. അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കൂടാതെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രഭാതത്തിൻ്റെ ഈ വിഷയമുണ്ടായത്. അതായത് സുപ്രഭാതത്തിൻ്റെ വരിക്കാരെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പയിൻ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വേളയിലാണ് സാദിഖ് അലി തങ്ങൾ ഇതുമായി ബന്ധമില്ല എന്നും സുപ്രഭാതത്തിൻ്റെ പ്രചാരണവുമായി സഹകരിക്കരുത് എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും റഷീദ് അലി തങ്ങൾ പറഞ്ഞതായി ഒരു വിഷയം വന്നത്. അത് SMF-ൻ്റെ യോഗത്തിലായിരുന്നു അത്തരമൊരു പരാമർശമുണ്ടായത്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദവും നിലനിൽക്കുന്നുണ്ട്. സംസ്ഥയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതത്തിന് വലിയ ക്യാമ്പയിൻ നൽകുകയും വലിയ പ്രചാരണം നൽകുകയും ചെയ്യേണ്ട ഒരു സമയത്ത് ഇത്തരമൊരു വിഷയം ഉണ്ടാകുന്നത് അത് സ്വാഭാവികമായും അത് വലിയ ചർച്ചയ്ക്ക് വഴിവെക്കുകയും അത് വിവാദമാവുകയും ചെയ്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. ഒപ്പം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ SMF-യുമായി ബന്ധപ്പെട്ട് അതിൽ സുന്നി മഹല്ലി ഫെഡറേഷൻ്റെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുകയും അതിൻ്റെ സംസ്ഥാന ഭാരവാഹികളെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഒരു കേസ് നിലനിൽക്കുന്നത്. അത് നൽകിയിരിക്കുന്നത് ലീഗ് അനുകൂല ഈ സംസ്ഥയുടെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി തന്നെയാണ്. ആ വ്യക്തി നൽകിയിരിക്കുന്നത് പരപ്പനങ്ങാടി കോടതിയിലാണ് കേസ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കേസ് പിൻവലിക്കുകയും SMF-ന്റെ ഭാരവാഹികളെ അംഗീകരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത്തരം വിഷയത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയും. വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.